സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സാർ, കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തിരി കോഴിയിറച്ചി മേടിക്കാൻ പോയപ്പോൾ അതിൻ്റെ വില 260 രൂപയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഏതാണ്ട് 250 രൂപയ്ക്ക് താഴെയായിരുന്നു. വില കയറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ആദ്യം കരുതിയത് ഇത് ഈ യുദ്ധമൊക്കെ ആയതുകൊണ്ട് പെട്രോൾ ഡീസൽ വില വർധനം അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുള്ള വില വർധനമാണെന്നാണ് പൊതുവേ ധരിച്ചത്. പക്ഷേ ഇപ്പോൾ അറിയുന്നു വില്ലൻ അതല്ല. നമ്മുടെ ബീഫ് അതേപോലെയുള്ള മാട്ടിറച്ചി അതിൻ്റെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായി എന്ന് പറയപ്പെടുന്നു. എന്താണ് സാർ അതിന്റെ വാസ്തവം? എന്താണ്? അല്ല, പ്രേമനെ 250 രൂപയ്ക്ക് കോഴിയിറച്ചി മേടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ പിന്നെ സമാധാനമുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെന്നപ്പോ സാധനം കൊണ്ടാണല്ലോ തിരിച്ച് വീട്ടിൽ കയറി ചെന്നത്. ഇപ്പൊ നമ്മുടെ ജില്ലകളില്, ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഇങ്ങനെ തുടങ്ങിയ ഒരു 4-5 ജില്ലകളില് ഇന്ന് വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെല്ലാവരും ബീഫ് കഴിക്കുന്ന, ഇവിടുത്തെ നമുക്ക് അറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് ഉപയോഗിക്കുന്ന ജില്ലകളാണ് ഞാൻ ഈ പറയുന്ന മധ്യ തിരുവിതാംകൂർ ജില്ലകൾ. അതിൽ തന്നെ അത് ഇന്ത്യയിലെ ദേശീയ ശരാശരിയുമായിട്ട് നോക്കുമ്പോൾ ഇതാണ് ഉയർന്നു നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബീഫ് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇത്രയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 5-6 ജില്ലകളില് ഇന്ന് ബീഫ് കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ കടകളിൽ നിന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നും നാളെയും അടച്ചിടുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ബീഫ് കിട്ടാനില്ല. കോഴി നമുക്ക് പറഞ്ഞില്ല, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. ഈ ബീഫ് ഫെസ്റ്റ് നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരൊക്കെ പിന്നെ എന്ത് ചെയ്യും? അവർക്കിനിയിപ്പോ പറഞ്ഞില്ലേ, അവർക്കിനിയിപ്പോ കുറച്ചു കാലം റെസ്റ്റ് ആണ്. കാരണം അവര് തിരുവനന്തപുരത്തുനിന്ന് കാര്യങ്ങളൊന്നും അനുഭവിച്ചു. അവര് ഇഡിക്ക് മുന്നില് പിന്നെ ചെന്ന് പെട്ടതോടുകൂടി അവർക്ക് ഏതാണ്ട് പിന്നെ ഈ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിന്റെയും പിന്നെ ആഘോഷത്തിന്റെയും കല്ലിന്റെയും കട്ടയുടെയും ഒക്കെ പരിപാടി കുറച്ച് ദിവസമൊക്കെ നിർത്തിവെച്ചേക്കെന്നാണ് തോന്നുന്നത്. കാരണം ഇഡി ആക്രമിക്കാൻ പോയതോടുകൂടി കാര്യവിവരങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അത്തരം ഫെസ്റ്റിനും അതേപോലെ തന്നെ പിന്നെ CPM-കാര് മാത്രമല്ല കേട്ടോ, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരും ബീഫ് ഫെസ്റ്റിന്റെ ഒക്കെ ആളുകളായിരുന്നു. ബീഫ് BJP നിരോധിച്ചു കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇവിടെയൊക്കെയോ ചില ആളുകൾ, ചിലർ പശുവിനെ കൊണ്ടുപോയ ആളെ അടിക്കുകയോ മാന്തുവോ വിച്ചോ ഒക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫെസ്റ്റിവൽ നടത്തുന്ന ആളുകളാണ്. വഴിയിൽ നിന്നുകൊണ്ട് നേതാക്കന്മാർ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ ഗുരുതര സാഹചര്യം എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ പത്തനംതിട്ട ജില്ലയില് പിന്നെ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂർ ജില്ലയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കുന്നില്ല. പറയുമോ, അത്ര വലിയ പ്രശ്നമാണിത്. കാരണം അവരാഴ്ചയില് നിർബന്ധമായിട്ടും ബീഫ്. ഞായറാഴ്ച തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ വെള്ളമൊന്നും പിന്നെ ഉയർന്നു വരാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ കപ്പ പറിക്കുന്ന സമയമാണ്. കപ്പയൊക്കെ വെള്ളം കയറാതെ പറിക്കുന്ന കപ്പ എന്ന് പറഞ്ഞാല് വടക്കെ പൂള, പിന്നെ നമ്മള് ചീനി എന്നൊക്കെ പറയും. വടക്കെ പിന്നെ മലബാറിലൊക്കെ ആണെന്നുള്ള അതിനെ പൂള എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതും ബീഫും ഇല്ലാതെ പല ജില്ലകളിൽ വന്നിപ്പോ ഞായറാഴ്ച ദിവസം തള്ളിവിടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന പാറ്റ സമരത്തെക്കാട്ടിൽ ഇന്ന് കേരളം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അത്ര ഗൗരവകരമാണത് കേട്ടോ. നമ്മളതിനെ ഒരു തമാശ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിതത്തിലെ ഒഴിവാക്കാൻ വയ്യാത്തൊരു ഭക്ഷണമാണിത്. ഈ ജില്ലകളിലുള്ള നല്ല ശതമാനം, അതിനകത്ത് ജാതി മതവും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും കഴിക്കും. ഒരുവിധപ്പെട്ട ആളുകൾ എല്ലാവരും കഴിക്കുന്ന ഏതാണ്ട് ഒരു 10%, 15% മാറ്റം അതിൽ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും. റെഡ് മീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഈ മാടുകളെ കഴിക്കുക എന്നുള്ളത് അതിനകത്ത് പലതും വരുമായിരുന്നു. അപ്പൊ ഇതിന്റെ സപ്ലൈ കൂടുതൽ വന്നുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്നതുപോലെ മാടുകൾ കൂടുതൽ വരുന്നുണ്ട് തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാടാണ് ഇതിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശാലമായ പാടശേഖരങ്ങളില് കത്തുന്ന വെയിലാണല്ലോ, 45 ഡിഗ്രി 50 ഡിഗ്രി വരെയുള്ള പിന്നെ വെയിലിനകത്തിൽ പണിയെടുക്കുന്ന ഉഴവു മൃഗങ്ങളായിരുന്നു ഇതെല്ലാം. അതെല്ലാം നമ്മൾ പറയും വണ്ടിക്കാളകൾ എന്നൊക്കെ പറയും. അതിന്റെ എല്ലാം പിന്നെ മജ്ജയും ഇതുമെല്ലാം ചോർന്ന ശേഷമാണ് ഇതിനെല്ലാം തള്ളി കേരളത്തിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ ജീവിതകാലത്തിന്റെ അവസാനം വരെ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കാം. ഇറച്ചി വിറ്റ് നല്ല പ്രയോജനം കിട്ടും. അപ്പൊ ഇതെല്ലാം തമിഴ്നാട്ടിൽ ഇത് കുറവാണ്. തമിഴ്നാട്ടിൽ നമുക്കറിയാവുന്ന പോലെ ബീഫ് കഴിക്കുന്ന ആളുകളുടെ എണ്ണം അവിടെ മറ്റേ ഒരു കൾച്ചർ, വെജിറ്റേറിയൻ കൾച്ചർ ആണല്ലോ തമിഴ്നാട്ടിൽ കൂടെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ അതിർത്തി കടന്ന് കേരളത്തിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്തില് ലോറിക്കകത്ത് ആദ്യ ഘട്ടങ്ങളൊക്കെ പറയാൻ ഓർക്കുന്നുണ്ടാവും. ലോറിക്കകത്തൊക്കെ കുത്തി നിറച്ചുകൊണ്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിന് നിയന്ത്രണങ്ങളൊക്കെ ആയ ശേഷമാണ് പിന്നീടാണ് തമിഴ്നാട്ടിലെ ഗോവധം, പശുക്കൾ നമ്മുടെ ഈ പറഞ്ഞ എതിരെയുള്ള
നിയമം വളരെ കർശനമാക്കി തമിഴ്നാട് 1975-76 ആ സമയത്തെങ്ങാണ്ടാണ് അത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ നിയമം കർശനമാക്കിയോടുകൂടി ഗോവധത്തിന് അവിടെ ചെറിയ പ്രശ്നമുണ്ടായി. അപ്പൊ ഗോക്കളെ പശുക്കളെ കൊല്ലരുത് എന്നുള്ള നിയമം അവിടെ വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിലും അതൊന്നും ആദ്യം ഗൗരവിച്ചിരുന്നില്ല. അത്യാവശ്യത്തിനൊക്കെ കൊല്ലുമായിരുന്നു, കാരണം അല്ലാതെ പറ്റത്തില്ല. കാരണം അത്ര ഡിമാൻഡ് കേരളത്തിൽ നിൽക്കുക. പ്രേമം പറഞ്ഞ പോലെ 250 രൂപയുടെ കോഴിയിറച്ചിക്ക് നമ്മൾ കാത്തു നിൽക്കുകയാണ്. രാവിലെ തമിഴ്നാട് കുമളി ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു വരുന്ന വണ്ടികൾ വരുന്ന കണ്ടിട്ടില്ല. നമ്മൾ ഓടി മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇടിച്ച് തെറിപ്പിച്ച് കളയും. അത്ര 100-120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടി വരുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് തെക്കേ തിരുവനന്തപുരം വരെ കൊടുത്തേച്ച് പോകേണ്ടതാണ്. അപ്പൊ നമ്മളിത് തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മാടുകളെ തികയുന്നില്ല, കാള നമ്മൾ പറയുന്ന അതിനെ തികയാതെ വരുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഈ പശുക്കളിലേക്ക് ഈ അതിക്രമം വന്നത്. അങ്ങനെ പശുക്കളുടെ ഇറച്ചിയും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കർശനമായിട്ട് കഴിഞ്ഞ ആഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇത് നിരോധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യത്തിന് ഒന്നുകൂടെ കർശനമാക്കി. അത് ഒരുപാട് വ്യവസ്ഥകൾ വെച്ചു. ആ വ്യവസ്ഥകൾ വെച്ചിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ പാലിക്കാത്ത ഒരു മൃഗങ്ങളെ, അതിന്റെ ഏജ് ലിമിറ്റ് ഉണ്ട്, ഇത്ര വയസ്സ് കഴിയണം, അതേപോലെ തന്നെ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് വെച്ചു. ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ശരിക്കുമുള്ള പൂർണ്ണമായ നിരോധനം തമിഴ്നാട്ടില് നടപ്പാകുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. ആ ഉത്തരവ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതിനകത്തിലെ ഉത്തരവിന്റെ പ്രത്യേകത പറഞ്ഞാൽ അത് വായിച്ചു നോക്കിയപ്പോഴാണ് കാണുന്നത് ജസ്റ്റിസ് GR സ്വാമിനാഥനും ആ ഡിവിഷൻ ബെഞ്ചിലുണ്ടെന്നാണ് കാണുന്നത്. സ്വാമിനാഥനെ പ്രേമനെ അറിയുമായിരിക്കും. ജസ്റ്റിസ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു 3-4 മാസമായിട്ട് തമിഴ്നാടിന്റെ അദ്ദേഹത്തിന്റെ വിധികൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ പിടിച്ചു കുലുക്കുന്ന വിധികളാണ്. നമ്മുടെ തിരുപ്പറംകുണ്ട്രം ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് കത്തിക്കാനായിട്ട് എതിർത്തു. അവിടുത്തെ അതിന്റെ ദർഗ, അതിന്റെ എതിർവശത്ത്, ആ മലയ്ക്ക് എതിർവശത്തുള്ള ദർഗയിലെ ആളുകളൊക്കെ എതിർത്ത സമയത്ത് അതിനെതിരെ അത് ശരിയല്ല, തിരുപ്പറംകുണ്ട്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മുരുകസ്വാമിയുടെ ക്ഷേത്രം തന്നെയാണ് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് അവിടെ വിളക്ക് തെളിയിക്കാം, കാർത്തിക ദീപം തെളിയിക്കാനുള്ള അനുവാദം കൊടുത്തത് ജസ്റ്റിസ് സ്വാമിനാഥനാണ്. അയ്യോ, അതിന്റെ പേരിൽ എന്തെല്ലാം പരാതികളാണ് അദ്ദേഹത്തെ കൊണ്ടതല്ലേ. അദ്ദേഹത്തെ അവസാനം ഇംപീച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇംപീച്ച് ചെയ്യാൻ വരെ നമ്മുടെ ലോക്സഭാ സ്പീക്കർ കത്തെഴുതി കൊടുത്തു. DMKയുടെ ഭരണമായിരുന്നല്ലോ അന്ന്. DMK വെച്ചാൽ ഉടൻ തന്നെ സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ വന്നു. പക്ഷെ ഡിവിഷൻ ബെഞ്ചും സ്വാമിനാഥനോടൊപ്പമാണ് നിന്നത്. അദ്ദേഹത്തിന്റെ വിധി ശരിയാണെന്നുള്ളതിലാണ് നിന്നത്. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോയി. സ്റ്റാലിൻ ഒരുപാട് പണിയൊക്കെ അവിടെ നടത്തി നോക്കി. തിരുപ്പറംകുണ്ട്രം സ്വാമിനാഥനെതിരെ ഒരുപാട് പ്രയോഗിച്ചതാണ്. പക്ഷെ അതിലൊന്നും വഴങ്ങുന്ന ആളായിരുന്നില്ല അദ്ദേഹം കേട്ടോ. അതിശക്തനായ കർശനമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ആളാണ് അദ്ദേഹമാണ്. ഇപ്പൊ ഈ ഡിവിഷൻ ബെഞ്ചിലുണ്ട്. ഈ ഗോവധം ഇപ്പൊ കർശനമാക്കണമെന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ചിൽ എന്നെ സാന്ദർഭികമായിട്ട് അദ്ദേഹത്തിന്റെ പേര് വന്ന് രക്ഷപ്പെടുന്ന ഓർത്താണ്. അല്ല സാർ, അപ്പൊ അവിടെ ഈ തമിഴ്നാട്ടിൽ ഗോവധം കർശനമാക്കിയാൽ സ്വാഭാവികമായിട്ട് അവിടെ ഇതിന്റെ അറവ് നടക്കില്ല. കേരളത്തിലോട്ട് ഉന്തിത്തള്ളി വിടുകയാണല്ലോ വേണ്ടത്. പക്ഷെ ഇവിടെ സാധനം കിട്ടുന്നില്ലല്ലോ, അതെന്താണ്? അതാണ് ഞാൻ പറഞ്ഞത് പ്രേമ, അങ്ങനെ വിടാനൊക്കത്തില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഈ അതിന്റെ ചില ചില നിബന്ധനകൾ ഇവർ വെച്ചിട്ടുണ്ട്. ഇത്ര വയസ്സ് വരെയുള്ള ഇതിനെ കൊല്ലരുത്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം, ഈ മൃഗത്തെ ഇനിയും വളർത്താൻ കൊള്ളത്തില്ല, ഇതിനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ടാകണം ഇതിനകത്തില്. അതേപോലെ തന്നെ ഇതിനെ കൊല്ലുന്ന സമയത്ത് എന്തോ പ്രത്യേക സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇത് നമ്മുടെ നാട്ടിലേക്ക് അറവുശാല കണ്ടിട്ടില്ലേ, അതിന് ഉച്ചയ്ക്കൊരടി കൊടുക്കുക ചെയ്യുന്നത്, ഉച്ചയ്ക്കൊരടി കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കൊല്ലുന്നത്. വളരെ ക്രൂരതയാണ് കാണിക്കുന്നത്. അതൊന്നും ഇനി അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള എന്തോ പ്രത്യേക സ്ഥലത്തും ഒക്കെ വെച്ചിട്ട് വേണം അതിനെ അറക്കുന്നതിനായിട്ട് എന്നൊക്കെയുള്ള നിബന്ധന വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? ഇതിന്റെ ഷോർട്ടേജ് ഉണ്ടാകും. ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ലോഡ് കണക്കിന് മാടുകളെ ഇങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല തമിഴ്നാട്ടില്. അതാണ് അതിന്റെ പ്രശ്നം വന്ന് കിടക്കുന്നത്. അങ്ങനെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ കൈക്കൂലി കൊടുക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, ഡോക്ടർമാരെ അല്ലെങ്കിൽ മെഡിക്കൽ സംഘത്തിന് കൈക്കൂലി കൊടുക്കേണ്ടി വരും. ഇത് കടത്തിക്കൊണ്ടുവരുന്ന വാഹനം കടന്നു വരാൻ ചെക്ക് പോസ്റ്റ് കടന്നാണ് വരേണ്ടത്. അപ്പൊ നിയമം കർശനമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകും. ശരി സാർ, ഇപ്പൊ ഇതില് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ലല്ലോ മാടുകൾ വരും, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത്തരം സാധ്യതകൾ എന്തൊക്കെയാണ്? കർണാടകയിൽ ഇതുപോലെ തന്നെയാണ്. ഇതിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് കയറി വരുന്നത് കൂടുതലും ഇത് തന്നെയായിരുന്നു. ഈ ഇത്തരം മാംസം വരുന്നത് ആന്ധ്ര, കർണാടകം വരുന്നുണ്ട്, തമിഴ്നാട്, ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് കയറി വന്നുകൊണ്ടിരുന്നത്. ഇതിനെക്കാട്ടിൽ രുചികരമായ റെഡ് മീറ്റ് നമ്മുടെ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അത് പോത്തെന്ന് പറയും, പോത്തിന്റെ ഇറച്ചി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ പന്നി
പിന്നെ കോട്ടയം നമ്മുടെ തിരുവിതാംകൂർ ജില്ലയിൽ പന്നിയെ കഴിക്കുന്നത് പോലെ തന്നെ ഏറ്റവും രുചികരമായിട്ട് പോത്തിറച്ചിക്ക് വലിയ ഡിമാൻഡായിരുന്നു. അത് പിന്നെ കടകളിലൊക്കെ ചെന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇടത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കും പോത്തിറച്ചി എന്ന് പ്രത്യേകം എഴുതി വെച്ചേക്കും. മാടനല്ല എഴുതുന്നത്. പോത്തിറച്ചിയാണെങ്കിൽ അതിന് വലിയ വിലയാ. നമ്മളിതൊന്നും കഴിക്കാത്തോണ്ട് എനിക്ക് അതിന്റെ കൃത്യമായിട്ട് വില രാജമാണിക്യ പറയാനൊന്നും സിനിമ അറിയില്ല. റിലീസ് ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് പോത്തുകാരോടൊപ്പം ജീവിച്ച അല്ലേ? പോത്തുകാരോടൊപ്പം ജീവിച്ച അദ്ദേഹത്തിന്റെ ചില ഇംഗ്ലീഷ് മലയാളങ്ങളും ഒക്കെ വളരെ പോപ്പുലറായ സിനിമയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പോത്ത് കച്ചവടക്കാരുണ്ട്, നമ്മുടെ മലയാളികൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോത്തുകൾ വരുന്നത് അതിനെ ഇതിന്റെ കുട്ടികൾ ആടാകുന്ന കന്ന് കുട്ടികൾ എന്നാണ് പറയുന്നത്. ആ കുട്ടി ചെറിയ പ്രായത്തിലാണ് ഇതിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒരു വലിയ പിന്നെ ഒരു ശതമാനം വന്നുകൊടുന്നത് ബംഗാൾ ഭാഗത്ത്, പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പശ്ചിമ ബംഗാൾ, ഒറീസ ഭാഗത്ത് നന്നായിട്ട് ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ചെറിയ പ്രായത്തിന് ചെറിയ വില കൊടുത്താൽ മതി. അവിടെയൊക്കെ ചെറിയ വില കൊടുത്തിട്ട് ഇതിനെ കേരളത്തിൽ കൊണ്ടുവരും. കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 വയസ്സോ 2 വയസ്സോ ഉള്ളപ്പോഴാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് ഇവിടെ വന്ന് വളർത്തും. വളർത്തി കഴിഞ്ഞാൽ വളർത്താൻ ചില കേരളത്തിലെ ഈ മധ്യ തിരുവിതാംകൂറിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് പ്രേമൻ അറിയാം, ആലപ്പുഴ ജില്ലയിൽ ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഇതിനെ കൂടുതൽ കെട്ടിയിടുന്നത്. അതായത് വെള്ളവും കിട്ടും, അത്യാവശ്യം തീറ്റയും കിട്ടും, തണുപ്പ് കിട്ടും. അവിടെ വെറുതെ കെട്ടിയിട്ടാൽ മതി. പാഴ്നിലങ്ങളിലൊക്കെയാണ് കൂടുതലും കാണുക. പാഴ്നിലങ്ങളിലാണ്. അപ്പൊ അതിന് വളർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒരു കാവിൽ ഒരാളെ ഏർപ്പെടുത്തിയാൽ മതി. ഞാൻ കണ്ടിട്ട് നമ്മുടെ ഇവിടെയൊക്കെ തന്നെ 10ഉം 50ഉം 100ഉം ഈ പിന്നെ പോത്തും കുഞ്ഞുങ്ങളെയാണ്, പോത്തിന്റെ കുട്ടികളെയാണ് കൊണ്ടുവന്ന് ഈ പാടത്ത് വെറുതെ ഇട്ടിരിക്കുകയാണ്. വെറുതെ കൃഷിയെക്കാട്ടി ലാഭമാണ്. ഇപ്പൊ കുട്ടനാട്ടിൽ കൃഷി ചെയ്തതിനെക്കാട്ടി ലാഭം പോത്ത് വളർത്തലാണ് അല്ലെ? തമിഴ്നാട്ടിലെ നമ്മുടെ ഈ ശങ്കരൻകോവില് ഭാഗത്തൊക്കെ പിന്നെ തെങ്കാശി ഭാഗത്തൊക്കെ പിന്നെ ആടിനെ ചെയ്യുന്നത് പോലെ തന്നെ ആട് കൃഷിയാണല്ലോ അവരുടെ വലിയ ലാഭം. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നില്ല, തെങ്കാശിയിലെ ഒരു പയ്യൻ, അവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു, ഏതോ IT കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ അവൻ തെങ്കാശി ശങ്കരൻകോവിൽ പ്രദേശങ്ങളിലെ ആടിന്റെ കൃഷിയാണ്. ആടെന്ന് പറഞ്ഞാൽ ചെറിയ ആട്ടുകുട്ടി എടുത്ത ശേഷം വളർത്തിയ ശേഷം വലിയ വിലയാണ് അല്ലേ? ആട്ടിറച്ചിക്ക് വലിയ വിലയാണ്. അപ്പൊ അത് കൂടുതൽ കേരളത്തിലേക്കാണ് സപ്ലൈ വരുന്നത്. അപ്പൊ അയാളുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട, അയാൾ പറഞ്ഞിരുന്നു, ഞാൻ പഠിച്ച IT എഞ്ചിനീയർ ആണ്, എനിക്ക് അന്ന് 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്, എന്തിനാ ഞാൻ അതിന് പോകുന്നത്? എന്റെ നാട്ടിൻപുറത്ത് ഞാൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഞാൻ അയാളെ ഒരു പാടത്തോട് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചോണ്ട് പോകണമെന്ന ഒരു പടമൊക്കെ ഉണ്ടായിരുന്നു, ആടിനെ തെളിച്ചോണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ വർക്ക് കൾച്ചർ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പോത്തുകളുടെ കാര്യത്തിലും. പോത്തുകൾക്ക് വലിയ ഡിമാൻഡാണ്. ഇത് വന്ന് കുറച്ച് ദിവസം 5 or 6 മാസമോ അങ്ങനെ എങ്ങാണ്ട് വളർച്ച എത്തണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വർഷം അങ്ങനെ എന്തൊരു വളർച്ചയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് അവർക്ക് ചെലവൊന്നുമില്ല. ഇതിന്റെ തണുപ്പിനുള്ള തണുപ്പ് കിട്ടും, വെള്ളം കുടിക്കാനുള്ളത് കിട്ടും, പിന്നെ അവിടെ പിന്നെ പുല്ലും മറ്റ് സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പൊ വലിയ ചെലവില്ലാതെ വളർത്തിയെടുത്തിട്ട് വലിയ വിലയാണ് കേട്ടോ, വലിയ വിലയാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ കിലോ കണക്കറിയത്തില്ല. പിന്നെ പോത്തിറച്ചിയാണ് ഏറ്റവും വലിയ ഡിമാൻഡുള്ള വസ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. അതും ബ്ലോക്ക് ചെയ്യപ്പെട്ട പശ്ചിമ ബംഗാളിലെ സ്ഥിതി നമുക്കറിയാമല്ലോ. പശ്ചിമ ബംഗാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ കഴിക്കാറില്ല. അതൊരു വെജിറ്റേറിയൻ കൾച്ചർ ഉള്ളതാണ്. പക്ഷെ അവിടുത്തെ ചില പ്രത്യേക സമുദായങ്ങൾക്ക് ഇത് വലിയ താല്പര്യമാണ്. അവര് പിന്നെ മുസ്ലിം സമുദായം അവർ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അത് അവർ പറയുന്നത് അവരല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്നവന്മാരാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അവരാണ് ഇത് കൂടുതൽ, അവർക്ക് ഡിമാൻഡ്. അവരെല്ലാം കേരളത്തിൽ വന്നു, ഓർക്കുന്നില്ലേ? അവരെല്ലാം ബംഗാളി കേരളത്തിൽ എന്തായാലും 25-30 ലക്ഷം പേരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പൊ പിന്നെ സുവേന്ദു അധികാരി സർക്കാരിന്റെ ഭരണം വന്നതോടുകൂടി അവരെല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ പോത്ത് കന്നും കുട്ടികളെ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് വളർത്തിരുന്നത്. അപ്പൊ ഇതെല്ലാം വലിയ ഡിമാൻഡുള്ള സാധനങ്ങളായിരുന്നു. ഇതിനാണ് ഇപ്പൊ വലിയ അടി പറ്റിയിരിക്കുന്നത്. ഇത് കിട്ടുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ചില കച്ചവടക്കാരുടെ പ്രതികരണങ്ങൾ കണ്ടില്ല. ഞങ്ങൾ 2 ലക്ഷത്തോളം ആളുകൾ, 2-3 ലക്ഷത്തോളം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ വയറ്റത്ത് അടിച്ചെന്നാണ് അയാൾ പറയുന്നത്. ഇതിപ്പോ ശനി ഞായർ ഏറ്റവും കൂടുതൽ കച്ചവടം, ഇനി പെരുന്നാൾ വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കച്ചവടവും ഒക്കെ നടക്കുന്ന സമയങ്ങളാണിത്. ഈ സമയത്ത് സാധനം കിട്ടിയിട്ട് എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയോ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ എണ്ണയും ഗ്യാസും വരുന്നത് പിന്നെ നമുക്ക് ക്ഷമിക്കാം. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആവും. പറഞ്ഞില്ലേ, പ്രേമം പറഞ്ഞത് ശരിയാണ്. ഞായറാഴ്ച ദിവസം അല്പം കപ്പയും പോത്തിറച്ചിയും കൂടെ കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആകുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അത് സത്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മദ്യശാലകളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കള്ള് ഷാപ്പുകള്. കുട്ടനാടൻ ഷാപ്പുകളൊക്കെ അറിയില്ല, പോത്തിറച്ചിക്ക് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പല ഷാപ്പുകളും ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? ചിക്കൻ അങ്ങനെ ഡിമാൻഡുള്ള ഒരു വസ്തുവല്ല. ചിക്കൻ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ചിക്കന്റെ വില. എന്നിട്ട് പോലും ഈ പറഞ്ഞതുപോലെ അടുത്ത സമയത്തൊരു ഞാൻ വായിച്ച 100, 120, 150 രൂപയിൽ നിന്നാണ് അത് പെട്ടെന്ന് ഇപ്പൊ 250 രൂപയിലേക്ക് കുതിച്ചു കയറി അല്ലേ?
ഇപ്പോഴത്തെ അവരെ 29ലേക്ക് കുതിച്ചു കയറി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പൊ ഇതൊരു വലിയ ക്രൈസിസ് ആണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, വലിയൊരു ക്രൈസിസ് ആണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറ്റാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എന്തായാലും നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറിപ്പോയി. ഇപ്പൊ നമ്മൾ കുറച്ച് പ്രായം ഒരു എബോവ് 50s ഒക്കെ ഉള്ള ആളുകളിലേക്കൊക്കെ ആണെങ്കിൽ പിന്നെ സാരമില്ല, അവര് പഴയ പോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയോ സാധനങ്ങളോ കഴിക്കും. പക്ഷേ യൂത്ത്സിന്റെ അഭിപ്രായം എന്താ? ചെറുപ്പക്കാരെ കുട്ടികൾ ആരാ കഴിക്കുന്നത്? വെജിറ്റേറിയൻസിന്റെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ആ കൾച്ചർ മാറിയത് കൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് മറ്റൊരു ജൻസി വിപ്ലവം കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന് പോലും നമ്മൾ സംശയിക്കാം. ഇപ്പൊ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാര്യം ഈ മാടുകളെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ആളുകൾക്ക് വലിയ ആവലാതി ഉള്ളത്. അതിനെ ക്രൂരമായി കൊലപ്പെടുത്തി ഇറച്ചിയെടുക്കുന്നു. പക്ഷെ ആർക്കും ഈ ഇറച്ചിക്കോഴിയുടെ കാര്യത്തിൽ അത്ര വലിയ ആശങ്കയില്ല. അതിനെ ഏത് രീതിയിൽ കൊന്നാലും ഇറച്ചി കിട്ടിയാൽ മതിയെന്ന് മാത്രമാണ് ചിലരുടെയൊക്കെ കാഴ്ചപ്പാടും. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അല്ല, അതിനെ ഒരു പ്രത്യേകതയിലാണല്ലോ പ്രേമ. അതിനെ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോഴിയുടെ മാംസം ഒരിക്കലും നമ്മള് റോഡുകൾ വശത്ത് ഞാൻ കെട്ടിത്തൂക്കിയിടുകയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കോഴിയുടെ ഇറച്ചിക്ക് അത് പ്രത്യേകതയാണ്. അതേസമയം മാടുകളുടെ എങ്ങനെയാണ്? ഇത് മാടിന്റെയാണ്, ഇത് കാളയുടെയാണ്, അല്ലെങ്കിൽ ഇത് പോത്തിന്റെയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഇതിനെ ഉടലോട് കെട്ടിത്തൂക്കിയിടുന്നുണ്ട്. കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് പ്രാക്ടീസ്. വിലക്കണം എന്നൊക്കെ പറഞ്ഞ് ഹെൽത്തുകാരൊക്കെ വന്ന് പറയും. പക്ഷെ ഇതാ എന്റെ ഇറച്ചിയാണെന്ന് കാണിക്കത്തക്ക രീതിയിൽ അതിന്റെ തലയെടുത്ത് വെച്ചേക്കും. അതിന്റെ തലയെടുത്ത് നാഗാലാൻഡിലൊക്കെ പട്ടിയുടെ ഇറച്ചി വിൽക്കുന്നത് പറഞ്ഞില്ലാണ്. നാഗാലാൻഡിൽ പലതരം പട്ടികളാണല്ലോ, ഒരു 5-8 തരം പട്ടികളുണ്ട്. അതിന്റെ മാംസത്തോടൊപ്പം അതിന്റെ തലയും വെച്ച് അവിടെ പ്രദർശിപ്പിക്കും. ഈ പട്ടിയുടെ മാംസമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കൾച്ചർ കേരളത്തിലുണ്ട്. പക്ഷെ കോഴിക്കതില്ല. കോഴിയുടെ കാര്യം നമ്മൾ കെട്ടി തൂക്കിയിടുന്നതായിട്ടോ കണ്ടിട്ടില്ല. ഇന്ന കോഴിയുടെ ആണെന്നൊന്നും പറയാറില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. അതാണ് പറയാൻ സൂചിപ്പിച്ചത്. ശരി, നന്ദി സാർ.